കാത്തിരിക്കായിരുന്നോ? അതെ, അച്ഛനും വിദ്യാമ്മയോടും ദേവചേച്ചിയോടും ഒരു കാര്യം പറയാനുണ്ട്. നാളെ ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ്. എന്താ നമ്മൾ പെട്ടെന്ന് അങ്ങനെ തീരുമാനിച്ചെന്നാ ദേവചേച്ചി ചോദിച്ചത്. അത് പിന്നെ നാട്ടിലേക്ക് പോയിട്ട് കുറെ ആയില്ലേ. അവിടെ ചെന്നിട്ട് വേണം മണിയുടെയും മോളുടെയും ചികിത്സ തുടരാൻ. അതുകൊണ്ടാ പെട്ടെന്ന് തന്നെ മടങ്ങാന്ന് വെച്ചത്. കാരണം അതാണെങ്കിൽ നിങ്ങൾക്ക് പോയല്ലേ പറ്റൂ. എന്നിരുന്നാലും ഈ തീരുമാനം ഇത്തിരി ധൃതിയിലായി പോയോ എന്നൊരു സംശയം. മൂകാംബികമ്മയുടെ മണ്ണില് കുറച്ചു നാളുകൂടി തങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ മക്കളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് തിരുമേനിയും ഭാര്യയും തന്നെയാണ്. നിങ്ങൾക്ക് നല്ല വഴി പറഞ്ഞു തരാനേ എനിക്കാവൂ. പോകരുതെന്ന് നിർബന്ധിക്കാൻ എനിക്ക് അധികാരമില്ലല്ലോ. ദേവചേച്ചി, നമ്മൾ തമ്മിൽ ഇനിയും കാണുമോ? അതെന്താ മോൾ അങ്ങനെ ചോദിച്ചത്? നമുക്കിനിയും കാണാനുള്ള യോഗമുണ്ടെങ്കിൽ അമ്മ മഹാദേവി അതിനുള്ള അവസരം ഉണ്ടാക്കുക തന്നെ ചെയ്യും. ഏതായാലും നാളെ ക്ഷേത്രത്തിലെത്തി ഉഷപൂജ കണ്ടു തൊഴുതോളൂ. എന്നിട്ടും പോകാനാണ് തിരുമേനിയുടെ തീരുമാനമെങ്കിൽ ആ യാത്ര വേണ്ടെന്ന് വെക്കണ്ട. എന്താ? ഉവ്വ്, അങ്ങനെ ചെയ്യാം. ആരോരും ഇല്ലാത്ത ഞങ്ങൾക്ക് സ്വന്തം വീട് പോലെ അഭയവും ആശ്രയം തന്നത് വിദ്യാമ്മയാണ്. പിന്നെ ഞങ്ങളെ കുടുംബാംഗത്തെ പോലെ സ്നേഹിച്ച ദേവൂട്ടിയും. രണ്ടുപേരോടും എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് നിശ്ചയില്ലേ. എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. പവിത്രമായ സ്നേഹമുള്ളിടത്ത് നന്ദി പറച്ചിലിന്റെ ആവശ്യമില്ല തിരുമേനി. നിങ്ങളെ സഹായിക്കുക എന്നുള്ളത് അമ്മ മൂകാംബികയുടെ തീരുമാനമായിരുന്നു. ആ തീരുമാനത്തിന് ഒരു നിയോഗമാകാൻ ഞങ്ങൾക്കായിരുന്നു വിധി. അങ്ങനെ കരുതിയാ മതി. ഏതായാലും നാളത്തെ ക്ഷേത്ര ദർശനത്തിന്റെ കാര്യം മറക്കണ്ട. രക്ഷപ്പെട്ടു. എന്തായാലും പോവാൻ തന്നെ തീരുമാനിച്ചല്ലോ. നമ്മുടെ ഭാഗ്യം. പക്ഷേ ഒരു പ്രശ്നമുണ്ട് മഹിമേ. നാളെ രാവിലെ അവര് പറഞ്ഞ പോലെ ക്ഷേത്ര ദർശനം നടത്തിയ മഹേശന്റെ മനസ്സ് മാറാനിടയുണ്ട്. അതുകൊണ്ട് നമുക്ക് ക്ഷേത്ര ദർശനം വേണ്ടെന്ന് വെച്ച് പുലർച്ചെ ഇറങ്ങാം. അല്ല, അതിനയാൾ തയ്യാറാവോ? തയ്യാറാകും. തയ്യാറായല്ലേ പറ്റൂ. അവൻ മാത്രമല്ല, അവന്റെ മകളും ക്ഷേത്രത്തിൽ പോകാതെ തന്നെ നമ്മളോടൊപ്പം യാത്ര തിരിക്കും. അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം. എന്റെ ദേവി, എന്റെ മഹാദേവ, ഇവിടെ നിന്ന് പോകണമെന്ന് മനസ്സിൽ അശേഷം ആഗ്രഹമില്ലായിരുന്നു എനിക്ക്. പക്ഷെ എല്ലാ കാര്യങ്ങളും അവിടത്തേക്ക് അറിയാലോ. എന്റെ മകളുടെ ആയുസ് ഇനി അധിക നാളില്ല. ആ നാൾ അണയുന്നതിന് മുമ്പ് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവളുടെ മണിച്ചേട്ടന് അവളുടെ ഹൃദയം നൽകാൻ അവൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി എന്റെ മോളെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോവാ. തെറ്റാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ എന്നോട് ക്ഷമിക്കണേ എന്റെ മഹാദേവ, എന്റെ മൂകാംബി അമ്മ. ശരിയായ ഒരു തീരുമാനം എടുക്കാൻ എനിക്കിപ്പോഴും കഴിയുന്നില്ലല്ലോ. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണേ അമ്മേ.
സീമന്തിനി, നീ എന്താ ഇതുവരെ ഉറങ്ങാത്തത്? മനസ്സ് വല്ലാതെ അസ്വസ്ഥമാണല്ലേ? കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞില്ലേ സീമന്തിനി? നമ്മുടെ മോള് ശിവപ്രിയ, അവക്കിനി അധിക കാലമില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ഹൃദയം മണിക്കുട്ടന്. ഒക്കെ എനിക്ക് മനസ്സിലായി. ഒന്നോർത്ത് വിഷമിക്കരുത്. ശിവപ്രിയയെ എന്നെ ഏൽപ്പിച്ചേക്കൂ. ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുപോയിക്കോളാം. ആ ലോകത്ത് ഇനി അവൾ എന്റെ ഒപ്പം തുടരട്ടെ. എന്നാലും നമ്മുടെ മോള്, അവളുടെ ഹൃദയം മണിക്കുട്ടന് കൊടുക്കണമെന്നാ എല്ലാരും പറയുന്നത്. അതിനെന്താ, അതൊരു നല്ല കാര്യമല്ലേ? പക്ഷെ സീമന്തിനി, ഹൃദയം അങ്ങനെ കൊടുത്താ ഇനിയിപ്പൊ നിന്റെ ലോകത്തേക്ക് അവളെ കൂട്ടണമെങ്കിൽ അതെങ്ങനെ സാധ്യമാവും? ഹൃദയം വെറും ഒരു അവയവം മാത്രമാണ് മഹേഷേട്ട, അല്ലാതെ ആത്മാവൊന്നുമല്ല. ശിവപ്രിയയെ അവളുടെ ആത്മാവോട് കൂടിയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. അവളെ ധൈര്യമായി എന്നെ ഏൽപ്പിക്കൂ. അവളെപ്പോലൊരു മിടുക്കി മോള് ഇനിയും നിങ്ങൾക്ക് ജനിക്കുമല്ലോ. മോളെ ഓർത്ത് ഇനി ദുഃഖിക്കരുത്. അവൾ എൻ്റെ ഒപ്പം ശേഷിക്കുന്ന കാലം ഉണ്ടാവും. ഞാൻ അവളെ കൊണ്ടുപോയിക്കോളാം. സമാധാനത്തോടെ ഉറങ്ങാം.